ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഒരു സൂ അല്ലെങ്കിൽ മൃഗശാല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ അവിടെ അല്ല, നമ്മുടെ ദുബായിൽ ഉമ്മൽക്കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 25 ദറംസ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ആ 25 ദറംസ് നമുക്ക് ഒന്നുകൊണ്ടും വേസ്റ്റ് ആവില്ല. കാരണം നമ്മൾക്ക് കാണാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആനിമൽസ് ഉണ്ട് അതിൽ. പലതരം പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് ആനിമൽസ് നമുക്ക് കാണാൻ കഴിയും അവിടെ. അതുമാത്രമല്ല, ഇതുങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാനും പറ്റും, അതേപോലെ നമുക്ക് തൊട്ട് നോക്കാനും ഒക്കെ പറ്റും. അതിൻ്റേതായ ഗൈഡ് നമ്മുടെ കൂടെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും മറ്റുള്ളവർ തൊടുന്നതും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് പേടിയൊക്കെ എനിക്ക് പോയി. പക്ഷെ ഞാൻ തൊട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ മങ്കിയെ തൊട്ടു, ഫോട്ടോസ് എടുത്തു, പിന്നെ പാരറ്റ്, അങ്ങനെ. അല്ലാണ്ട് ടൈഗറെ ഒന്നും ഞാൻ തൊടാൻ പോയില്ലേ, എനിക്ക് പേടിയാണ്. ഗൈഡ് ഉണ്ട് എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഭയം, അങ്ങനെ. പിന്നെ അതിലുപരി എന്ന് പറയാനായിട്ട് ഈ ഒരു പ്ലേസ് എനിക്ക് അതിൻ്റെ ആ അറ്റ്മോസ്ഫിയർ വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്കവിടെ റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും ഒക്കെ നല്ല പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിലുപരി എന്ന് പറയുന്നത്, ഇപ്പോൾ ദുബായിനെ സംബന്ധിച്ചോളം വളരെയധികം ചൂടാണ് ഇവിടെ. പക്ഷെ ഞങ്ങൾ പോയ ആ ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ചൂടറിഞ്ഞില്ല. ചെറിയൊരു ഇളം കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നല്ലൊരു ഇത് ഫീൽ ചെയ്തതെന്ന് പോയ ടൈമിൽ എനിക്ക്. പിന്നെ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൽ കാണാൻ പറ്റുമോ അതോ പറ്റില്ലയോ എന്ന് വിചാരിച്ചിരുന്ന കുറേ ആനിമൽസിനെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഈ മൃഗശാലയിൽ പോയപ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞത്. പിള്ളേരൊക്കെ കൊണ്ടേ കാണിക്കാനായിട്ട് നമുക്ക് നല്ലതാണ്. ഓഫ് ദിവസങ്ങളിലൊക്കെ ദുബായിലുള്ളവരാണെങ്കിൽ മാക്സിമം പോയി കാണുക ഈ പ്ലേസൊക്കെ കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടേ കാണിച്ചൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. വേറെന്താ പറയുക, വേറെ സുഖകരം വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു 4 വർഷം മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പക്ഷേ അതെനിക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാതി വഴിയിൽ അത് സ്റ്റോപ്പാക്കി. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു, ഓക്കെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം എന്ന് കരുതി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് മങ്കീസും ടൈഗറും ആയിരുന്നു. വെറൈറ്റി മങ്കീസ് ഉണ്ടായിരുന്നു, വെറൈറ്റി ടൈഗർ ഉണ്ടായിരുന്നു. കൂടുതൽ എനിക്ക് മങ്കീസിനെയാണ് അവിടെ കാണാൻ പറ്റിയത് കൂടുതലും. പിന്നെ അവിടെ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ മങ്കീസിന് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല, അവിടെ അലൗഡാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും പോയി കാണുക. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. अभी आओ सामने എന്നെ നോക്കുന്ന say hi, say hi. Ryan. Hi parrot, say hi parrot. Say hi.